ഹരേ കൃഷ്ണ, നമസ്തേ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. ഞാൻ വേണു മഹാദേവ്. നമ്മളിന്ന് വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോയിലേക്ക് വരികയാണ്. വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മീനക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് പോരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതി രേവതിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങൾ സമയം വളരെ മോശമായിരുന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ, പല കാര്യങ്ങളിലും കാലതാമസം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് അകൽച്ച, അല്ലെങ്കിൽ പല രീതിയിലുള്ള ധനപരമായ ക്ലേശങ്ങൾ, കടം, മനോക്ലേശം, ഇതെല്ലാം അനുഭവിച്ചവരാണ്. പക്ഷേ സർവേശ്വരകാരകനായ വ്യാഴമാണ് ധനം, സന്താനത്തിനെ കൊണ്ടുള്ള ഗുണം, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി, ദൈവാധീനം, അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് സർവേശ്വരകാരകനായ വ്യാഴമാണ്. ആ വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടസ്ഥാനമാണ് 5, 9. അതിൽ നിങ്ങൾക്ക് 5ലേക്ക് വരികയാണ്, പൂർവ്വപുണ്യ സ്ഥാനമാണ്. തീർച്ചയായിട്ടും വ്യാഴം 5ലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങളുടെ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖ ദുരിതങ്ങൾക്ക് ശാന്തി വരും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോക്ഷഗതി എന്ന പോലെ നിങ്ങൾക്ക് കടബാധ്യതകൾ തീരാനും, ധനപരമായി ഉയർച്ച വരാനും, ധാരാളം പുതിയ അവസരങ്ങളും ഭാഗ്യങ്ങളും വരും. പ്രത്യേകിച്ചും കലാരംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പുതിയ ധാരാളം സൗഹൃദങ്ങളും പുതിയ പദ്ധതികളും നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഈ പദ്ധതികൾ പറയാൻ കാരണം, ഈശ്വരൻ ഒരിക്കലും നമുക്കൊന്നും തരുന്നില്ല. ഈശ്വരൻ സാക്ഷിയാണ്. ഈശ്വരൻ നമുക്ക് ദൈവാധീനം വർദ്ധിപ്പിക്കുമ്പോൾ ആ പ്രപഞ്ചശക്തി നമുക്ക് നമ്മുടെ ജീവിതം വിജയിപ്പിക്കാനുള്ള അവസരങ്ങളും അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങും കൊണ്ട് വിജയിപ്പിക്കുന്നവർ മാത്രം ജീവിതത്തിൽ വിജയിക്കും. അല്ല അപ്പോഴും ദൈവം കൊണ്ട് തരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്നവർ എങ്ങും എത്തത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മളെ കർമ്മം വ്യക്തമായി പ്ലാനിങ്ങും ഈശ്വരാധീനത്തോടെ ചെയ്ത് അതിൽ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലാതെ വലിയ ഹോമങ്ങളോ കുബേര ഹോമമോ ചെയ്താൽ കടബാധ്യതയും നീങ്ങില്ല, ധനം വരികയില്ല, പോയ ധനം തിരിച്ചു കിട്ടുകയില്ല. അങ്ങനെയൊക്കെ അബദ്ധധാരണ ധരിക്കുന്ന ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുതിയ ഒരു നല്ല കാലം വരുമ്പോൾ, ഇപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പോരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിലൊരു പുതിയ കാലം വരികയാണ്. ഇതുവരെയുള്ള എല്ലാം മാറ്റിവെച്ച് ഇന്നലകളിലുള്ള പാഠങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്കും ധനവും ഐശ്വര്യവും വരുത്താനും ജീവിതത്തിൽ ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. അത് ഉപയോഗിക്കുക. സന്താനങ്ങളെ കൊണ്ട് ഗുണം വരും, സന്താനങ്ങൾക്ക് പുതിയ ജോലി കിട്ടും, വിദേശയോഗം, നിങ്ങൾക്ക് ബിസിനസ്സിൽ പുതിയ പുതിയ പദ്ധതികളും ഫിനാൻസ് പാർട്ണറും വരും. ജീവിതത്തിൽ പുതിയ പുതിയ ബിസിനസ് ഐഡിയകളും കൊണ്ട് പലരും വരും. ഇതിൽ നമ്മുടെ ജീവിതത്തിന് അനുഗുണമായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്വീകരിച്ച് അതിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ വിജയിക്കും. ജോലിയിൽ നമ്മൾ വേണ്ടത്ര പുരോഗതി ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാനും നിലവിലുള്ള ജോലിയിൽ ഒന്നുകൂടി മാറ്റം വരാനും ഒക്കെ ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ട്രാൻസ്ഫറിന് ശ്രമിച്ചാൽ കിട്ടുന്ന സമയമാണ്. ഇതൊക്കെ പറയുമ്പോഴും 7ര ശനിയിലെ ജന്മശനി കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ശാസ്താവിനെയും ശനീശ്വരനെയൊക്കെ പ്രീതിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മുടെ ഹെൽത്ത് വൈസ് ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് വലുതാവാൻ അനുവദിക്കാതെ അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജിൽ തന്നെ നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെ പോകുമ്പോൾ ജീവിതത്തിൽ മാറ്റം വരും. കലയിലും സാഹിത്യത്തിലൊക്കെ ഇടപെടുന്നവർക്ക് പുതിയ പുതിയ അനുഗ്രഹങ്ങളും ചില അവാർഡുകളും ബഹുമതികളും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടവരുമായിട്ട് അകന്നിരുന്നവർക്ക് വീണ്ടും അടുക്കാനുള്ള അവസരം, വിവാഹം നടക്കും. അതുപോലെ തന്നെ നമ്മൾ പുതിയ എന്തെങ്കിലും ദൂരദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ നടക്കും. ഇതെല്ലാം പുതിയ പുതിയ ധാരാളം സൗഹൃദങ്ങൾ വന്നെത്തും. ആ സൗഹൃദങ്ങൾ ഗുണകരമായിട്ട് വരും. പക്ഷേ ഇതെല്ലാം വരുമ്പോഴും ദൈവാധീനം കൈ വിടാതെ സൂക്ഷിക്കുക. മാത്രമല്ല ഈ ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ കരുതലായി സൂക്ഷിക്കുക. കാരണം ഈ 5ലേക്ക് മാറി വരുന്നെന്ന് വിചാരിച്ചിട്ട് അടുത്ത വർഷം അത് 6ലേക്കാണ് മാറുന്നത്. ആ ഒരു ബോധം വേണം. അപ്പോൾ അതുകൊണ്ട് ഈ 5ൽ ഉച്ചനായിട്ട് തരുന്ന എല്ലാ ഭാഗ്യങ്ങളും നിലനിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ജോലിയിൽ
അപ്രതീക്ഷിതമായ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും, ഇഷ്ടപ്പെട്ട മാറ്റങ്ങൾ വന്നെത്തും. കാരണം നിങ്ങൾ 10ാം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം 5ൽ ഉച്ചനായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ വളരെ കാലമായി ചില അസുഖങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് അതിന് ചില റെമഡിയോ മരുന്നോ അല്ലെങ്കിൽ അതിനുള്ള വഴികളോ ഒക്കെ തെളിഞ്ഞു വരും. അതെല്ലാം ഉപയോഗപ്പെടുത്തുക. ഭഗവാൻ ധന്വന്തരി മൂർത്തി നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണിപ്പോൾ. തീർച്ചയായിട്ടും അതെല്ലാം ഉപയോഗിക്കുക. ജീവിതത്തിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഐശ്വര്യം വരും. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് സംശയങ്ങൾക്കായിരുന്നാലും ഇനി അതല്ല കൺസൾട്ടിങ്ങിനായിരുന്നാലും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഫ്രീ ആവുന്ന മുറയ്ക്ക്. കാരണം ഞാൻ അധികം അങ്ങോട്ട് കുറച്ച് പല കാര്യങ്ങളായിട്ട് തിരക്കുണ്ട്. അപ്പം ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളും. സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്ന് ആത്മമിത്രങ്ങളായി കൂടെ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന നിങ്ങളെ എന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പ നന്നായി വരട്ടെ. ഹരേ കൃഷ്ണ.